ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അകത്തിരക്കായിരുന്നു. പിന്നെ ഞാൻ വളർന്നുകൊണ്ടൊക്കെ ആയിട്ട് കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ്. അപ്പോൾ അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വ്യാഴാഴ്ച പുലർച്ചെയാണ് നമുക്ക് ഗണപതി ഹോമം. അപ്പോൾ ബുധനാഴ്ച ഒരു 6 മണി 6:45 ആയപ്പോൾ നമ്മൾ നേരെ അമ്പലത്തേക്ക് വന്നേക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല പൂജയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ രഞ്ജനേച്ചി അമ്പലത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റാവുന്ന സാധനങ്ങൾ ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലത്തിൽ പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കേട്ടോ, അവിടുത്തെ തിരുമേനിനെയാണ് നമ്മൾ പൂജയ്ക്ക് വിളിച്ചേക്കണത്. അപ്പോൾ അവിടെ ഒരു സുരേഷ് ചേട്ടൻ ഉണ്ട്, കൗണ്ടറിലൊക്കെ ഇരിക്കണ ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലാത്ത കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ നമുക്ക് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടിക്ക് സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ നേരെ വീഫയിലേക്ക് വന്നു. വെട്ടുകത്തി തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് വേണമായിരുന്നു. പായ വേണമായിരുന്നു. പിന്നെ കലം, പാല് കാച്ചാനുള്ള കലം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ തളിക വേണമായിരുന്നു. ബാത്റൂമിലേക്ക് കപ്പും ബക്കറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇല്ലായിരുന്നു എന്നല്ല, ഉണ്ട്. പക്ഷേ പുതിയ വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മേടിക്കാൻ കയറി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നു. തിരുമേനി നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയുടെ ഇടയിൽ ഇഷ്ടികയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് കയറ്റി വെച്ചത്. ഞാനും നീരവൊക്കെ കൂടിയിട്ടാണ് കയറ്റി വെച്ചത് കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കവേ ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുമേനി അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഗണപതി ഹോമത്തിനുള്ള ഇതുണ്ടല്ലോ, കളം എന്നാണോ പറയുക, എനിക്ക് കറക്റ്റ് അറിയില്ല, ഇങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത് നോക്കിയിരിക്കാൻ വേണ്ടി. ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കന്നെയായിരുന്നു കേട്ടോ. അരിപ്പൊടിയും പിന്നെ മഞ്ഞളാണ് തോന്നുന്നു, മഞ്ഞൾ, പിന്നെ അങ്ങനെ കുറച്ച് ഇതോള് വെച്ചിട്ട് നല്ല രീതിക്ക് വരയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരണ കൂട്ടത്തിൽ മണൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ടൈല് ചൂട് കൂടിയിട്ട് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മണൽ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നുകൂടെ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു, ചേട്ടനൊക്കെ ആകെ നനഞ്ഞൊരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബാത്റൂമിലത്തെ പൈപ്പും സാധനങ്ങളൊക്കെ കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് തന്നെ, പള്ളത്തിൽ നിന്ന് തന്നെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് അവിടെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഹൂസാണെങ്കിൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിളാണ്, പിന്നെ അവൾ ഉഷാറാവും കേട്ടോ. ചേട്ടൻ്റെ ചേച്ചിയുടെ ഒക്കെ നിന്ന് മാറുന്നില്ല. പിന്നെ സാധനങ്ങൾ നെറ്റിപ്പട്ടു സാധനങ്ങളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചു. 10 മണിക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആ വഴിക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ പാഴ്സൽ മേടിക്കുന്ന ആട്ടോ ചെയ്തത്. അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, കാരണം ചേട്ടന് വേഗം അങ്ങോട്ട് പോകണമായിരുന്നു. അവിടെ സംഭവങ്ങൾ ശരിയാക്കാൻ വന്ന ചേട്ടന് ഫുഡ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ചേട്ടൻ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പൂജാരി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ച് പിള്ളേരെയും കിടത്തി ഉറക്കണം. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് തിരുമേനി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3:30 അവിടെ എത്തണം. ഗേറ്റ് അടവൊക്കെ കഴിഞ്ഞിട്ടേ. അതുകൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ ഞാനും ചേച്ചിയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വർത്താനം കഥയൊക്കെ പറഞ്ഞിരുന്ന് 1 മണിക്ക് ആവാറായിട്ടുണ്ട്. 1 മണി അല്ലെങ്കിൽ ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ കിടക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അധികം കിടന്നുറങ്ങാനൊന്നും സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. 2 മണിക്ക് ഇപ്പോൾ ഞാനും ചേച്ചിയൊക്കെ എണീറ്റ് വേഗം പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കി എല്ലാവരും എണീപ്പിച്ചിട്ട് ഒരു 3:30 ഒക്കെ ആയപ്പോൾ 3:45 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എന്താ തിരുമേനിയൊക്കെ വന്ന് പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 കൂട്ടർക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്താണ്ടൊക്കെ ചെയ്തിട്ട് അടുത്ത് ചാരായാലോ. ഇതിപ്പോൾ ആ പടം നിറച്ച് ഇങ്ങനെ നെല്ലൊക്കെ പുറത്തേക്ക് പോകണം. പക്ഷേ എനിക്ക് അറിയാണ്ട് ഞാൻ എന്താണ്ടൊക്കെ കാണിച്ചു. പിന്നെ ലാസ്റ്റ് എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ടായിരുന്നുള്ളേ. അപ്പോൾ നമ്മുടെ അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ വെച്ചിട്ട് ഗണപതി ഹോമൊക്കെ കഴിക്കണത്. നീരവ് വന്ന പാടെ കിടന്ന് തുടങ്ങി. അവന് വയറുവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ ഈ ഹൂസൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ നടന്നു കേട്ടോ. നല്ല പുകയായിരുന്നേ. ഗണപതി ഹോമം എന്ന് പറയുമ്പോൾ ആ പുക മുഴുവൻ നമ്മുടെ വീട്ടിലെല്ലാ മുക്കിലും മൂലയിലും എത്തണം എന്നാണ്. അപ്പം ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് രഞ്ജനേച്ചിയോട് ഇരുന്ന് പറഞ്ഞപ്പോൾ പറയാ, ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നിന്നുകൊണ്ടാ തോന്നുന്നു നമുക്ക് പുക സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ ഭയങ്കര ഇതായിരുന്നു. പിന്നെ നല്ലതിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ ഹൂസ് എന്താ ഇവിടെ നടക്കണേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. Irișaie, Cureviștaie, Căniștame, hai să facem. 5 മണിക്ക് ആകുമ്പോൾ തിരുമേനിക്ക്
അമ്പലത്തിലേക്ക് പോകണമായിരുന്നു. അതാണ് കേട്ടോ ഇത്ര നേരത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ കുറേ നേരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നോക്കിക്കാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ ഈ ഹൂസൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിവിടെ പുറത്തും അവിടെ ഇവിടേക്ക് നിന്നിട്ടേ പോകുക, കാരണം അധികം എവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ കണ്ടു കിടന്നത്. അപ്പം ലാസ്റ്റത്തെ സ്റ്റേജാണ് തേങ്ങയൊക്കെ ഉടച്ച് അവസാനം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വൈകുന്നേരം ഒരു പൂജയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടിയും തിരുമേനി പറഞ്ഞു തരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവരോട് പറയായിരുന്നു കേട്ടോ, ഈ പൂജാരിനെ സമ്മതിക്കണം, ഈ പൂജയുടെ ഇടയിൽ പുകയുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാട്ടോ പറഞ്ഞത്. നിന്നുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് എത്ര പ്രശ്നം വന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് കൂടിയൊക്കെ കിട്ടി. അപ്പോഴേക്കും എൻ്റെ മേക്കപ്പൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു. കണ്ണെഴുതിയതൊക്കെ കണ്ണൊക്കെ നടന്നിട്ടേ കൂടിയൊക്കെ തൊട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രസാദമൊക്കെ കയ്യിൽ തന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു 6:40 ഉള്ളിൽ പാല് കാച്ചിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ഇടയിൽ ചേച്ചിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ രഞ്ജനേച്ചീനും വിളിച്ച് പറഞ്ഞു തരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം കാര്യങ്ങൾ എന്നെക്കാളും ബോധം പ്രിൻസ് ചേച്ചിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ ആളെ സമ്മതിച്ചു. അങ്ങനെ ഈ പുകയുടെ ഇടയിൽ ഈ പാല് ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഇതൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഈ പുകയുടെ ഇടയിൽ നിന്നിരുന്നു കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല സന്തോഷമുള്ള ഒരു കാര്യമേ ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും തിരുമേനി പോയിട്ടോ. തിരുമേനി അത് കഴിഞ്ഞപ്പോൾ തന്നെ പോയി. പിന്നെ ഞങ്ങൾ പാല് കാച്ചൽ ഒക്കെ ഒറ്റയ്ക്കായിരുന്നേ. ഒന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇടയിൽ യൂട്യൂബിലൊക്കെ നോക്കിയിടുന്നത് എന്തൊക്കെയാണ് വേറെ ചെയ്യേണ്ടതെന്ന്. മുഴുവനായിട്ട് പറഞ്ഞാൽ തിരുമേനി മറന്നു പോയി. ഞങ്ങൾ ചോദിക്കാനും വിട്ടുപോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ വിട്ടുപോയി. പിന്നെ രഞ്ജനേച്ചോടായാലും യൂട്യൂബിൽ നിന്നും അങ്ങനെ എന്തൊക്കെയോ കണ്ടുപിടിച്ചു ഞങ്ങൾ. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു തുടങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോഴേ കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ബേബി മെറ്റൽ അടിച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ വീടിൻ്റെ ബാക്കിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു പോകണില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്ന ഓർത്തപ്പോഴാണ് ഇങ്ങനെ ചെയ്യാമെന്ന് ഉള്ള ഐഡിയ ഇവർക്കൊക്കെ വന്നത്. അങ്ങനെ അതൊക്കെ അടിച്ച് പിന്നെ ആളെ വിളിച്ച് സെറ്റ് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. നമ്മൾ ഭഗവത് സേവയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തിരുമേനി നേരത്തെ വന്ന് കളമൊക്കെ വരച്ചിടുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ അത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരുമേനി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്ത് പൊടിയാന്നൊക്കെ. ഈ വെള്ള കാണുന്നത് അരിപ്പൊടി അത്ര. പിന്നെന്താ ഈ കറുപ്പ് കാണുന്നത് മറ്റേ ഉമിക്കിരിയില്ലേ അങ്ങനെയാന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെന്താ മഞ്ഞൾ, പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടില്ലേ മെറൂണ് പോലത്തെ, അത് ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടോ. മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പൊക്കെ ഇട്ട് മിക്സിയിലടിച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും കേട്ടോ. കർപ്പൂരമൊക്കെ കത്തിക്കണ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ജിരാതും ഇങ്ങനെ വിളക്കും എല്ലാം കത്തിച്ച് വെച്ചപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് പായസം കിട്ടുട്ടോ. അത് നല്ല ടേസ്റ്റിലായിരുന്നു. നിറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടേ മുന്തിരിയും ശർക്കരയൊക്കെ ഉരുക്കിയിട്ടുള്ള നല്ല രസമുള്ള ഒരു പായസം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണത്. കാര്യം എപ്പോഴും പായസമൊക്കെ കുടിച്ചിടുന്നതാ അമ്പലത്തുനിന്ന് കിട്ടണത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പായസം. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു വിളക്ക് മാത്രം അണക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.